മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും സമരസമിതി നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അതേസമയം മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ അറിയിക്കുമെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ പ്രധാന ഉദ്ദേശം രാമചന്ദ്രൻ സാറിനെ ക്രിസ്മസ് ആശംസകൾ നേരുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് മുനമ്പത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. ന്യായത്തിന്റെ വശത്ത് നിൽക്കണം, നീതിബോധത്തോട് കാര്യങ്ങൾ കാണണം എന്ന് പറയാൻ വേണ്ടി, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലം, നാളെ അവർ അവിടെ നിരാഹാരമൊക്കെ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടൊരു പ്രത്യാശയുടെ പൊൻകിരണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ഉദ്ദേശിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ്. സമരസമിതി അവരുടെ ആശങ്കകളൊക്കെ കമ്മീഷനെ അറിയിക്കുമോ? കൂടിക്കാഴ്ച തുടങ്ങിയോ? അനുജ, കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടിയാണ് സമരസമിതി നേതാക്കളും അതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിലും ഇങ്ങോട്ടേക്ക് എത്തിയത്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. 72 ദിവസത്തിലേക്ക് എത്തുകയാണ് മുനമ്പത്തെ നിരാഹാര സമരം. നാളെ ക്രിസ്തുമസ് ആണ്. പക്ഷേ മുനമ്പത്തെ നിവാസികൾക്ക് നാളെ ക്രിസ്മസ് ആഘോഷമില്ല. അവർ നാളെയും നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. കാരണം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ആ ജനത കടന്നു പോകുന്നത്. ഏത് നിമിഷവും ഭൂമി വിട്ടിറങ്ങേണ്ടി വരും എന്നൊരാശങ്ക അവർക്കും മേളിലുണ്ട്. പക്ഷേ തങ്ങളുടെ ഭാഗത്താണ് നീതി എന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അക്കാര്യങ്ങളെല്ലാം കമ്മീഷനെ നേരിൽ കണ്ടറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിലവിൽ ആംബ്രോസ് പുത്തൻവീട്ടിൽ അടക്കമുള്ള, അതോടൊപ്പം തന്നെ സമരസമിതി നേതാക്കൾ ബെന്നി അടക്കമുള്ള ആളുകൾ ഈ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തി നിലവിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ജനുവരി 4-ാം തീയതിയാണ് കമ്മീഷന്റെ ഔദ്യോഗികമായ ഹിയറിംഗ് ആരംഭിക്കുന്നത്. അതിനു മുമ്പുള്ള ഈ കൂടിക്കാഴ്ച ഏറെ സുപ്രധാനവും നിർണായകവുമാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ആളുകളോട് മറുപടി ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് ഫറൂഖ് കോളേജിനോടും സർക്കാരിനോടും സമരസമിതി നേതാക്കളോടും എല്ലാം വിശദീകരണം ചോദിച്ചിരുന്നു. ഫറൂഖ് കോളേജും അതോടൊപ്പം ഈ സർക്കാരും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ സമരസമിതി നേതാക്കളും ഔദ്യോഗികമായി തങ്ങളുടെ നിലപാട്, തങ്ങളുടെ വിഷയം, തങ്ങളുടെ പ്രതിസന്ധികളൊക്കെ നേരിട്ട് അറിയിക്കുകയാണ്. ഇതിനുശേഷം 4-ാം തീയതിയായിരിക്കും ഈ സിറ്റിംഗ് ആരംഭിക്കുക. വലിയ പ്രതിസന്ധിയിലൂടെ മുൻപത്തെ ജനത കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു നിർണായകമായ കൂടിക്കാഴ്ച. തങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയൊക്കെ അതിലേക്ക് നയിക്കും എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അനുജ, മുനമ്പം ഭൂമി വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനുമായി സമരസമിതി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. അവരുടെ ആശങ്കകൾ അവർ കമ്മീഷനെ അറിയിക്കും.